സോ KTU BTech S4 2019 സ്കീം സ്റ്റുഡൻസിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ടൈം ടേബിളാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് കാണാം. ആദ്യം തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ ടൈം ടേബിൾ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ എല്ലാ പേപ്പർ ടൈം ടേബിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏപ്രിൽ 28 എല്ലാവർക്കും എക്സാം തുടങ്ങുന്നത്. 20 മെയ് ആകുമ്പം എക്സാം തീരും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ ടൈം ടേബിളാണ് കാണിച്ചിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, അവരുടെ ടൈം ടേബിളിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം അവരുടെ ഫൈനൽ എക്സാം നടക്കാൻ പോകുന്നത് 23 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനും 20 എക്സാം കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ CS കാണിച്ചു, മെക്കാനിക്കൽ കാണിച്ചു, സിവിൽ കാണിച്ചു. ഇനി ബാക്കി EEC കാണിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാ സ്റ്റുഡൻസിനും ആവശ്യമുള്ള S4 അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനലാണ്, ഒരു EdTech പ്ലാറ്റ്ഫോമാണ്. കേരളത്തിൽ മികച്ചൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ഞാൻ എന്തുകൊണ്ടിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പേഴ്സണലി മെസ്സേജ് കോറൊന്നും മനസ്സിലാവുന്നില്ല, സപ്ലി ഷുവറാണ്, S3 ഒരുപാട് സപ്ലി ഉണ്ടാവും, അതേപോലെ S4 ഒന്നും മനസ്സിലാവുന്നില്ല, യൂണിവേഴ്സിറ്റി വരാൻ പോകുന്ന ലാബൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, തിയറി അറിയാത്തതുകൊണ്ട് ലാബ് മൈക്രോ പ്രൊസസ്സറൊക്കെ പോലത്തെ സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടാവുന്നതൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയുള്ള അവസാന നിമിഷങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുകയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് S4 മംഗൾ ബാച്ച് എടുക്കാം. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ S4 മംഗൾ ബാച്ച് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. വെറുതെ പറയില്ല, നിങ്ങൾ ഒരുപാട് പേര് സപ്ലൈ അടിച്ചതിന് ശേഷം വന്നിട്ട് ട്യൂഷനുണ്ടോ ഫീസുണ്ടോ, എനിക്ക് എപ്പോഴും S3 ഒരുപാട് കുട്ടികൾ വിളിച്ചിട്ടുണ്ട്, ചേട്ടാ എന്നെ രക്ഷിക്കണം, മാത്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓരോ കാര്യങ്ങളാണ് ഓരോരുത്തർ വന്നത്. അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 100% നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ്, ലൈവ് ഉണ്ട്, റെക്കോർഡർ ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, ക്രാഷ് കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വേണ്ട യൂസ് ആയിരിക്കും. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ക്ലാസ് എടുക്കാം, എല്ലാത്തവർക്കും എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് പറഞ്ഞാൽ S4 എന്താണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസിൻ്റെ എന്താണ് ടൈം ടേബിളാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ടൈം ടേബിളാണ്. അപ്പോൾ എല്ലാവരുടെയും ടൈം ടേബിൾ 5 സബ്ജക്റ്റ് EC, EEE, MEC, സിവിൽ, CSE എല്ലാവരുടെയും ടൈം ടേബിൾ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക കിട്ടാത്ത കുട്ടികൾക്ക്. സോ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടി മെല്ലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സമയമുണ്ട് ഒരുപാട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഉള്ളത് എന്ത് ചെയ്യുക, മംഗൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേയും ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.